ഇറാനിൻ്റെ പരമാധികാരി ഖമേനിയെ വധിക്കപ്പെട്ടു. ഖമേനിയെ കൊന്നപ്പോൾ തന്നെ വലിയ ചർച്ച ലോകത്ത് നടക്കുന്നുണ്ട്. ഇന്ത്യയും ഇന്നലെ വരെ ഒറ്റതിരിഞ്ഞങ്ങനെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും പക്ഷേ ഇന്നിപ്പോൾ കുറച്ചുകൂടി ഇന്ത്യ അംഗമായിട്ടുള്ള സമിതികളൊക്കെ ഇന്ന് പറഞ്ഞു തുടങ്ങി ഒരു പരമാധികാരിയെ കൊന്നത് ശരിയായില്ല, ആ രാജ്യത്തെ പരമാധികാരിയെ അവിടെ വച്ച് തന്നെ തട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഖമേനിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ നിങ്ങൾ കേട്ടിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ്രായേലിൻ പാലസ്തീൻ വിഷയം ഇത്രയും വഷളാക്കുന്നതിലും ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഒരു തരത്തിലും ഒരിക്കലും കരയോട് അടുക്കരുത് എന്ന് വിചാരിച്ച് പ്രോക്സി യുദ്ധങ്ങൾ ചെയ്യിക്കുന്ന, അത് ഹിസ്ബുള്ളയെ കൊണ്ടായാലും മുജാഹിദിൻ പരിപാടിയായാലും അതുപോലെ തന്നെ ഹമാസിനെ കൊണ്ടായാലും പ്രോക്സികളെ കൊണ്ട് യുദ്ധങ്ങൾ ചെയ്യിച്ച് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ജെറുസലേമിലുമൊക്കെ ആവശ്യത്തിന് കൺഫ്യൂഷൻ ഇറാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. 1979 ഇസ്ലാമിക് റവല്യൂഷൻ എന്നൊരു സംവിധാനം അവിടെ വന്നു. അതിന് തൊട്ട് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ അറിഞ്ഞിരുന്നത് പേർഷ്യ എന്നൊരു രാജ്യമായിരുന്നു. നമ്മുടെ വിദേശത്ത് ഇവിടെ നിന്ന് ദുബായിൽ പോയാലും അബുദാബി പോയാലും ആര് നമ്മളെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയാലും ആളുകൾ പറയുന്നത് പേർഷ്യ പോയെന്നാണ്. കാരണം പേർഷ്യ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം ആയിട്ട് കണ്ടിരുന്നത്. ദുബായ് പോയെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഈ വളരെ റീസെൻ്റായിട്ടാണ്. അബുദാബി, ദുബായ്, സൗദിയിലൊക്കെ ആളുകൾ ജോലിക്ക് പോകുന്നു എന്ന് പറയുന്നു. ആരോട് ചോദിച്ചാലും എവിടെ ഇരിക്കുന്നു മക്കൾ, അല്ലെ അനുജൻ, അല്ലെ ചേട്ടാ, അത് പേർഷ്യയിലാണ്. അത്ര മനോഹരമായ ഒരു പേര്. പേർഷ്യനാവട്ടെ ഇറാനിയനാവട്ടെ ചിത്രങ്ങൾ തിരുവനന്തപുരത്ത് ഈ സിനിമ കലോത്സവമൊക്കെ നടക്കുമ്പോൾ, ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ ഇറാനിയൻ ചിത്രങ്ങൾ, നല്ല ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും നല്ല ഗൃഹാതുരതയുടെ വലിയ കഥകളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് 1979 മുതൽ ഖമേനി സംഘം അവിടെ അർമാദിക്കാൻ തുടങ്ങിയത്. 8 വർഷം ഭരണാധികാരിയായും 10-30 വർഷം ലീഡറായും അവിടെ വാണു. ഒരു സ്പിരിച്വൽ ലീഡർ ലൈനിലേക്കും വളരുകയും ചെയ്തു. എന്തൊക്കെ തോന്നിയവാസമാണ് കാണിച്ചത്. 13 വയസ്സിനാണ് അവിടുത്തെ വിവാഹപ്രായം. 13 വയസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു മക്കളുടെ പ്രായത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിവാഹം, 2, 3, 4, 5 പ്രസവിച്ചു കൊള്ളണം. ഇതൊക്കെയാണ് കമാൻഡുകൾ. അതുമാത്രമല്ല, തലമുടിയുടെ ഒരു തലമുടി നാരിഴ പോലും പുറത്ത് കാണാൻ പാടില്ല. തട്ടമൊക്കെ പർദ്ദയിടണം, അല്ലെങ്കിൽ തട്ടമിടണം. ഒരു പെൺകുട്ടി കാറിൽ യാത്ര ചെയ്തപ്പോൾ അവരുടെ തട്ടം താഴേക്ക് വീണു. കാറിൽ യാത്ര ചെയ്തപ്പോഴാണ്. ഇത് ക്യാമറയിൽ പിടിച്ചു. ക്യാമറയിൽ പിടിച്ചിട്ട് അവരെ വളരെ വലിയ തോതിൽ അവരെ ഉപദ്രവിച്ചു, അവരെ വെടിവെച്ചു. വലിയ കിരാതമായ പരിപാടികൾ നടത്തും. കന്യകയായിട്ടുള്ള സ്ത്രീകൾ മരിക്കുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. അതുകൊണ്ട് അവരെ സമ്മതിച്ചില്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യണം. എത്ര പവിത്രമാണ് ഈ നിയമങ്ങൾ, വളരെ മനോഹരമല്ലേ. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ സിനിമ കാണാൻ പാടില്ല, സ്ത്രീകൾ സയൻസ് പഠിക്കാൻ പാടില്ല, സ്ത്രീകൾ സർവകലാശാലയിൽ പഠിക്കാൻ പാടില്ല, സർവതന്ത്ര സ്വതന്ത്രമായി നടക്കാൻ പാടില്ല, സ്ത്രീകൾ ഉറക്കെ ചിരിക്കാൻ പാടില്ല, ഉറക്കെ കരയാൻ പാടില്ല. അപ്പോൾ സ്ത്രീകൾക്ക് എത്ര മഹത്തരമായിട്ടുള്ളൊരു നിയമമാണെന്നറിയാവോ? നല്ലതല്ലേ? 10-12 വയസ്സാകുമ്പോൾ തന്നെ 9 വയസ്സിലും കല്യാണം കഴിപ്പിക്കണമെന്നാണ്. അപ്പോൾ ബാലവിവാഹമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ശൈശവവിവാഹം ഉണ്ടായിരുന്നു. അതുപോലെ അത് വന്നിങ്ങനെയാണ് 10-12 വയസ്സിലൊക്കെ. അത് പക്ഷേ അതിന് വേറൊരു കോൺടെസ്റ്റിലാണ് ശൈശവവിവാഹം കൂടെ കൊണ്ടുവന്നത്. ഒരു ഭരണാധികാരി, അറേബ്യക്കാരായ പല ഭരണാധികാരികളുടെയും ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഭർത്താക്കന്മാരെ കൊല്ലുകയും ഭാര്യമാരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി മരിച്ച. അത് വേറെ കഥയാണ്, എൻ്റെ ഡിഫറൻറ്റ് കഥയാണ്. അതിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. അത് ഡിഫറൻ്റാണ് കഥ. അല്ല, സതി സമ്പ്രദായമൊക്കെ വന്നതിൻ്റെ കഥ വളരെ വ്യത്യസ്തമാണ്. ആ കഥ ടൈമൂർ ചക്രവർത്തിയുടെയും ഒക്കെ കാലത്തുണ്ടായ അതിവികലമായിട്ടുള്ള പട്ടാള ക്യാമ്പ്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോവുകയും ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഇന്ത്യയിലെ സ്ത്രീകളത് ചെയ്തത്. അത് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഇറാനിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി അവർ 444 ബന്ദികളെ 1979 പിടിച്ചു വച്ചിരുന്നു, അമേരിക്കൻ ബന്ദികളെ. പിന്നെ അത് അവസാനം കാർട്ടർ ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി, പ്രസിഡന്റ് അമേരിക്കൻ. അത് വിട്ടുകൊടുത്തില്ല. പിന്നെ റൊണാൾഡ് റീഗൻ വന്നപ്പോഴാണ് വിട്ടുകൊടുത്തത് 80-ൽ. അങ്ങനെ ഏത് ഘടകമെടുത്താലും ഈ ഖൊമേനി എന്ന് പറയുന്ന സംഘം ആത്മീയതയുടെ ആചാര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഖുറാനിൽ പറഞ്ഞതും പറയാത്തതും കണ്ടതും കേട്ടതുമായിട്ടുള്ള
സകലവിധ മതനിന്ദയും അതുപോലെ സ്ത്രീ പീഡനവും അതുപോലെ സാമൂഹ്യ പ്രവർത്തകർക്കുള്ള പീഡനമൊക്കെ നന്നായി നടപ്പിലാക്കിയത്. 79 മുതൽ ഇതുവരെ എടുത്താൽ ഒരു 500ഓളം മനുഷ്യാവകാശ പ്രവർത്തനെങ്കിലും കൊല്ലപ്പെടുകയോ ജയിലിലടയ്ക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരും ഇതൊന്നും സമരം ചെയ്യുന്നില്ല. ഇവിടെ ഒരു മനുഷ്യാവകാശ പ്രവർത്തൻ്റെ പേരിലും ആരും മുദ്രാവാക്യം വിളിക്കുന്നില്ല, ആരും സമരം ചെയ്യുന്നുമില്ല. ഇവിടെ എല്ലാവരും കൂടെ അത് മുസ്ലിം രാഷ്ട്രമായതുകൊണ്ടും ഒരു മുസ്ലിം നാമധാരി മരിച്ചു പോയതുകൊണ്ടും നമ്മളെല്ലാം കൂടി കിടന്ന് നെഞ്ചിലടിച്ച് പിണറായി വിജയൻ സംഘം കൂടെ കിടന്ന് നെഞ്ചിലടിക്കുകയാണ്. ഒരു കാര്യമില്ല. കാരണം ഇറാനിൻ്റെ കയ്യിലിരിപ്പും അത്ര നല്ല ഒരു രീതിയല്ല. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയമാണ്. അതേസമയം ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയമല്ല. ഒരു സർവ്വ സൈന്യാധിപൻ അല്ലെങ്കിൽ ഏകഛത്രാധിപതി എന്നുള്ള നിലയിൽ അദ്ദേഹം വിജയം തന്നെയായിരുന്നു. 56 വയസ്സായിട്ടാണ് മരിക്കുന്നത്. പക്ഷേ ഈ നാട്ടിൽ നടപ്പിലാക്കിയ വിവേചനമില്ലാതെ യാതൊരു വിവേചനമില്ലാതെ നാട്ടിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വളരെ സങ്കടകരമാണ്. അതിൽ വലിയ പ്രതിഷേധം അവിടുത്തെ സ്ത്രീകൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകത്താകെയുള്ള ഇറാനികൾ ഈ ഖമേനി മരിച്ചു എന്നറിഞ്ഞപ്പോൾ അത് ഉറപ്പുവരുത്തിയ ശേഷം അവർ ആനന്ദ നൃത്തമാടുകയാണ്. വേറെ ഒരു വിഭാഗം ആളുകൾ ഈ ഖമേനി മരിച്ചതിന് അല്ലെങ്കിൽ ഖമേനിയെ കൊന്നതിന് ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലൊക്കെ കറാച്ചിയിലൊക്കെ അമേരിക്കൻ എംബസി വരെ കത്തിച്ചു. അത് നടക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് മറ്റൊരു വലിയ വിഭാഗം ജനങ്ങളും ഇതിനെ എതിർത്തു. ഈ ഖമേനിയെ കൊല്ലുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ സമ്പന്നതയിൽ നിന്നും കാൽപ്പനികതയിൽ നിന്നും വലിയ സൗന്ദര്യമുണ്ടായിരുന്ന ഒരു നാട്ടിലെ ഇത്രയും ഒരു രാജ്യത്തെ ഇങ്ങനെ മുച്ചൂട് മുടിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ട് അതിനെ ആരും ന്യായീകരിക്കരുത്. നമ്മൾ പറയുമ്പോൾ വളരെ രസകരമാണ് അവിടുത്തെ കാര്യങ്ങൾ. ജെറുസലേമുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ, വെസ്റ്റ് ഗാസയിലെ പ്രശ്നങ്ങൾ, അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ പാലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റിനാവട്ടെ, ഓർഗനൈസേഷനാകട്ടെ, ഹമാസിനാകട്ടെ ഒക്കെയുള്ള വലിയ സപ്പോർട്ട് കൊടുക്കുന്നതിൽ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ റോൾ വളരെ വലുതാണ്. മാത്രമല്ല അവർ മറ്റൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം വിനാശകാലി വിപരീത ബുദ്ധിയാണ്. ഖത്തർ, അതുപോലെ സൗദി അറേബ്യ, ബഹ്റൈൻ, അതുപോലെ തന്നെ UAE മറ്റ് രാജ്യങ്ങൾ, ദുബായ്, ഇവിടങ്ങളിലുള്ള സൈനിക ക്യാമ്പുകൾ അമേരിക്കയ്ക്കുണ്ട് എന്ന് പറഞ്ഞ്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ അടിക്കുകയാണ്. 5ാം കപ്പൽപ്പടയൊക്കെ അടിക്കുകയാണ്. ബഹ്റിൻ്റെ എത്രയോ ചെറിയ രാജ്യമാണ് ബഹ്റിനൊക്കെ, അവരെയൊക്കെ കയറി അടിക്കുകയാണ്. ഈ അടി വലിയ തോതിലായിരിക്കും ഇറാന് തിരിച്ചടിയാകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണാധികാരിയുടെ, ഞാൻ പറഞ്ഞു 1979 ശേഷം ഇസ്ലാമിക് രാഷ്ട്രമുണ്ടാക്കുക എന്നതിൻ്റെ പേരിൽ കറുത്ത ദിനങ്ങളെ സമ്മാനിച്ചിട്ടുള്ള വർഗമാണ്, ടീമാണ് ഖമേനിയും ടീമും. അതെന്തിനാണ് അവർ ചെയ്തതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയും വലിയ പൗരസ്വാതന്ത്ര്യമില്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്നതിൽ വളരെ വലിയ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ കിരാത നിയമങ്ങളാണ് ഖമേനി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലായി എന്ന് ലോകമറിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. ഞങ്ങൾ ഫ്രീഡമായി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായി, ഇനി ഞങ്ങൾ മരിച്ചു പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവവായു കിട്ടിയിരിക്കുന്നു എന്നുള്ള പ്രകടനമാണ് ലോകത്താകെ സംഭവിക്കുന്നത്. എന്തായാലും ഖമേനിയുടെ ആ ഇരുണ്ട ഇറാൻ അവസാനിക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പോഴും ഒരു ചോദ്യം ബാലകൃഷ്ണമായിട്ടുണ്ട്. പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിലെ പരമാധികാരിയെ കയറി വെടിവെച്ചോ അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചോ സാറ്റലൈറ്റ് ഉപയോഗിച്ചോ ഒക്കെ AI ഉപയോഗിച്ചോ ഒക്കെ കണ്ടെത്തി കൊന്നത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ചോദ്യം നൈതികമായി നിൽക്കുമ്പോൾ തന്നെ ഇത് എരന്ന് വാങ്ങിയതാണ്, ചോദിച്ചു വാങ്ങിയതാണ്, ഒരു പരിധിവരെ അർഹതപ്പെട്ടതുമാണ്.